ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ട മസാല അല്ലെങ്കിൽ ഫില്ലിങ് തയ്യാറാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം കമ്പൽസറി ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ഗരം മസാല പൊടി ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫെനൽ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവോള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള കിഴങ്ങാണ് കേട്ടോ. കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഫ്രോസൺ ആയിട്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുത്തത്. സാധാ നോർമൽ ആണെങ്കിൽ നിങ്ങൾ നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റി കൊടുക്കുന്ന ആ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഗ്രീൻ പീസ് ആണെങ്കിൽ വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഗ്രീൻ പീസും ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് കോൺസും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഫില്ലിങ് ഏത് വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ആയാലോ മട്ടൺ ആയാലോ എഗ്ഗ് ആയാലോ ഏത് വേണമെങ്കിലും നിങ്ങളുടെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ വെജിറ്റബിൾ വെച്ച് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇത് കുറച്ച് ലൂസാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ ഫില്ല് ചെയ്യുന്നത് ബ്രെഡിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതൊരു ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുണ്ടോ, നന്നായിട്ട് പ്രസ്സായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാലയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മുടെ ഷവർമയിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ഷവർമ ഫില്ലിങ്ങൊക്കെ നമുക്കിതിൽ വെച്ച് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 ബോർഡർ ഒന്നിങ്ങനെ വെള്ളം നനച്ച് കൊടുക്കണം. ഇതേപോലെ നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ 4 സൈഡും നന്നായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ അങ്ങ് മടക്കുക. നന്നായിട്ടങ്ങ് പ്രസ് ചെയ്യുക. ആവണം കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് പോവില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ ഫുഡൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് ഇതൊക്കെ കൊടുത്തയക്കുകയാണെങ്കിൽ അവർ ലഞ്ച് ബോക്സൊക്കെ കാലിയാക്കി കൊണ്ടുവന്നോളും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അവർ കഴിക്കുന്ന പോലെ അവർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ 5ഉം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്താണ് എടുക്കേണ്ടത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സാധാ റോളൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് എന്താ പറയുക, എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് ഡിപ്പ് ചെയ്യുക അങ്ങനെയൊന്നും ആവശ്യമില്ല. ഡയറക്റ്റ് ബ്രെഡ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു 20 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. 2 ടൈംസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് റെഡി ആയിക്കോളും. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക്
ഇതിനങ്ങ് മാറ്റി വയ്ക്കാം. ഇനി എല്ലതും ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്കൊരു 4 കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റേത് എല്ലതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. വളരെ ടേസ്റ്റിയാണ്, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.